PV അൻവറിനെ എല്ലാവർക്കും അറിയാം. PV അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ഒരു അനുസരണയില്ല. ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടുകൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവസര സേവകന്മാരുടെ ഒരവസാനത്തെ അഭയകേന്ദ്രമായിട്ട് ഐക്യജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ നയം, പരിപാടി, നിലപാടുകൾ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന കക്ഷികളുമായിട്ട് മാത്രമേ ബന്ധപ്പെട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. സംയമനം പാലിക്കണം എന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ അതിൽ മുന്നണിയിൽ എടുത്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹം മറ്റൊരു പാർട്ടിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് വെട്ടിത്തുറന്ന് പറയാം. പക്ഷെ ഐക്യജനാധിപത്യ കക്ഷിയിലൊക്കെ തന്നെ വരുമ്പോൾ അതിനൊക്കെ തന്നെ ഒരു സംയമനം വേണം. ഒരു പാർട്ടി മര്യാദയും അച്ചടക്കമൊക്കെ ഉണ്ട്. അച്ചടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകണമെന്ന് മാത്രമാണ് ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളത്. ഇന്നലെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടിയെ അസോസിയേറ്റ് അംഗമാക്കിയെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ UDF അതൊരു പൊതുവിലൊരു ചർച്ചയൊന്നും നടക്കുന്നില്ല. എനിക്ക് ആ പാർട്ടിയെക്കുറിച്ച് അറിയുപോലുമില്ല. ആരാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. CK ജാനുവിനെ കുറിച്ച് അറിയാം. CK ജാനുവിന് എത്രയോ വർഷങ്ങളായിട്ട് എനിക്കറിയാം. 1984 മുതൽ ജാനുവിന് എനിക്കറിയാം. ജാനുവിനുള്ള ജനസമ്മതി എനിക്കറിയാം. ജാനുവിന് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലൊക്കെ സ്വാധീനത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ജാനുവിൻ്റെ ഒരു പെർസെപ്ഷൻ ഉണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതിലൊന്നും സംശയമില്ല. അവശ്യ ദുർബല ജനവിഭാഗത്തിന് വേണ്ടി എന്നും പോരാട്ടിയിട്ടുള്ള ഒരു പോരാളിയാണ് ജാനു എന്ന കാര്യത്തിൽ സംശയമില്ല. അൻവറിനെ പോലുള്ള ആൾക്കാരെ എടുക്കുന്ന സമയത്ത് താങ്കളെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടിയിട്ടുണ്ടായിരുന്നു? അല്ല, അഭിപ്രായം അത് തേടേണ്ട സമയത്ത് തേടുമല്ലോ, അല്ലാതിരിക്കില്ലല്ലോ. അല്ലാതെ അവർക്കൊരു ഫൈനലായിട്ടുള്ള തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്നാണ് എന്റെ വിശ്വാസം. അല്ല, അൻവറിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുള്ള ആളല്ല ഞാൻ. അൻവറിന്റെ പിതാവിനെ എനിക്കറിയാം. അൻവറും തുടക്കത്തിൽ ഞങ്ങളുടെ KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ തന്നെ മലപ്പുറം ജില്ലയിൽ നേതാവായിട്ട് വളർന്ന ആളാണ്. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അൻവർ അല്പം സംയമനം പാലിക്കണം. എവിടെയായാലും മുന്നണിയാകട്ടെ പാർട്ടിയാകട്ടെ ആ അച്ചടക്കത്തിന്റെ വിരുദ്ധമായിട്ട് സംസാരിക്കുക, പരസ്യ പ്രസ്താവന നടത്തുക ഗുണകരമല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഭാവിയിൽ പാർട്ടിക്ക് തലവേദന ആകാതിരിക്കാനാണ് മുന്നണിക്ക് അങ്ങനെ അൻവർ കാരണം ഒരു തലവേദന വരാതിരിക്കാൻ. അതല്ല എന്റെ അർത്ഥം. തലവേദനയുടെ പ്രശ്നമല്ലത്. അത് ഈ പാർട്ടിയുടെ ഈ പറഞ്ഞിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന്റെ കെട്ടുറപ്പിന്റെ പ്രശ്നമാണ്. ഇനി സീറ്റ് വിഭജന ചർച്ചകൾ കാര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നു. സിറ്റിംഗ് MPമാർ മത്സരിക്കുന്നതോട് എന്താണ് സാധ്യത? ഇതൊക്കെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആലോചിച്ച് ഉറപ്പിച്ച് ഉചിതമായ തീരുമാനം യഥാസമയം എടുക്കും. വടകര മുനിസിപ്പാലിറ്റിയിൽ അടിത്തട്ടിൽ പ്രവർത്തനം നടന്നില്ല, അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? വടകര ഒപ്പം തന്നെ അഴിയൂർ പഞ്ചായത്ത്, ഈ രണ്ടിടങ്ങളിൽ എന്താ സംഭവിച്ചത് പാർട്ടിക്ക്? അഴിയൂർ പഞ്ചായത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അഴിയൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കക്ഷികളിൽ ഒന്നാണ്. താങ്കൾക്ക് നന്നായിട്ട് അറിയാലോ. ആ അഴിയൂർ പഞ്ചായത്തിൽ STPയുമായിട്ട് മത്സരിച്ചൊരു വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ വോട്ട് എത്രയെന്നറിയോ? 10 വോട്ട്. ഒരു വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 10 വോട്ട് മാത്രമേ കിട്ടിയെന്ന് പറയും. എവിടെ പോയി? മറ്റൊരു വാർഡിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കിട്ടിയ വോട്ട് 7. മനസ്സിലാക്കണം. അപ്പം കൃത്യമായിട്ട് STPയുമായിട്ട് അവിടെ ധാരണ ഉണ്ടായിട്ടുണ്ട്. വടകര മുനിസിപ്പാലിറ്റിയിൽ BJPയുമായിട്ടാണ് ധാരണ. ഞാൻ മിനിയാന്ന് വടകരയിൽ കോൺഗ്രസിന്റെ റിവ്യൂ മീറ്റിംഗിൽ വെച്ച് വളരെ കൃത്യമായിട്ട് പരസ്യമായിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷനിലേക്ക് ഈ കോർപ്പറേഷനിൽ BJPയും CPM തമ്മിലുണ്ടാക്കിയിരിക്കുന്ന അന്തർധാര, വിട്ടുവീഴ്ച, അതിന്റെ പ്രതിഫലനം കൃത്യമായിട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രവീൺ കുമാർ അക്കവും അടിവരയിട്ടുകൊണ്ട് നടത്തിയതല്ലേ. അതിലപ്പുറം എന്താ വേണ്ടത്? ഒരു തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി ജീർണതയുടെ മുഖമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാറിയിരിക്കുന്നു. നാണക്കേടാണ്. ഇടതുപക്ഷം എന്ന പേര് അവർ വലിച്ചെറിഞ്ഞ് അവർ ഈ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖിക്കാൻ തയ്യാറാകണം. തൊഴിലാളി വർഗ പാർട്ടിയുമല്ല, സാധാരണക്കാരന്റെ പാർട്ടിയുമല്ല. അത് ഈ പറയുന്ന ഒരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് പാർട്ടിയായിട്ട് ആ പാർട്ടി ചുരുക്കിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ക്രോണി ക്യാപിറ്റലിസ്റ്റ് പാർട്ടിയാണ് ആ പാർട്ടി.
ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രാജ്യാന്തര ബന്ധം സൂചിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഒരു വ്യവസായിയുടെ മൊഴിയിൽ പറയുന്നത് 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇവിടുന്ന് നടത്തിക്കൊണ്ടുപോയി ഡി മണി എന്ന് പറയുന്ന ഇടപാട് സംഘമാണ് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നു. അങ്ങനെ SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു രാജ്യാന്തര തലത്തിലുള്ള ഒരു ശൃംഖല തന്നെ ഇതിന്റെ പിന്നിലുണ്ടോ? നിലവിൽ CPM കേന്ദ്രീകരിച്ചാണല്ലോ നമ്മൾ പ്രതിഷേധം നടത്തുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചില്ലായിരുന്നെങ്കിൽ ഈ കേസ് അവിടെ എത്തൂലായിരുന്നു. കാരണം പിണറായി വിജയന്റെ വിജിലൻസോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ ഈ കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ കേസ് എവിടെ എത്തില്ലായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോട് അങ്ങേയറ്റം എന്റെ ബഹുമാനം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അവരെടുക്കുന്ന തീരുമാനം. അവർ ഇപ്പോൾ ഈ കേസ് പോയിക്കൊണ്ടിരിക്കുന്ന ഗതിയെക്കുറിച്ച് അവർക്ക് സംതൃപ്തിയില്ല. കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉത്തരവാദപ്പെട്ട ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇരുമ്പഴിക്കുള്ളിൽ പോകേണ്ടി വരും. സംശയമില്ല. ധാർമ്മികതയുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശ്രീമാൻ പിണറായി വിജയനാണ് ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമാക്കേണ്ടത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ആന്റണിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എങ്ങനെയാണ് സോണിയാഗാന്ധിയെ പോലുള്ള ഒരു നേതാവിന്റെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നതും? ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഇന്നലെ ഞാൻ PK കൃഷ്ണദാസിന്റെ മകളുടെ കല്യാണത്തിൽ പോയിരിക്കുന്നു. അവിടെ RSSന്റെ സമന്വയ നേതാക്കന്മാർ പലരും ആ കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു. ആ ഫോട്ടോ നാളെ വന്നു കഴിഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ RSS ആണെന്ന് പറഞ്ഞാൽ പക്ഷെ അതൊരു കല്യാണ ഫോട്ടോ ആയിട്ടല്ല. സോണിയാഗാന്ധി ഇങ്ങനെ കല്യാണ ഫോട്ടോയിൽ വന്ന് നിൽക്കുന്ന രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ്? ഒരു സദസ്സിൽ വെച്ചിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ച കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് രാഷ്ട്രീയ മാന്യതയുടെ ഭാഗമല്ലേ? അത് മനസ്സിലാക്കണം. അത് ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് സോണിയാഗാന്ധിയുടെ പേര് ദയവായി ട്രാക്ക് ചെയ്യരുത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങളൊക്കെയായി മുതിർന്ന നേതാക്കൾ മത്സരിക്കുമോ എന്നുള്ളതിൽ ചർച്ചകൾ നടക്കുന്നു. അതുപോലെ തന്നെ MP-മാർ മത്സരിക്കുമെന്നുള്ള വീണ്ടും സജീവമായി ചർച്ചയാകുന്നത് എന്താണ്? അതൊക്കെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. അൾട്ടിമേറ്റ്ലി സ്ഥാനാർത്ഥിത്വം നിർണ്ണയിക്കേണ്ടത് കോൺഗ്രസിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡാണ്, മറ്റാരുമല്ല. ഓരോ നിയോജകമണ്ഡലത്തെക്കുറിച്ചും പഠിച്ച് ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ആരാണെന്ന് കണ്ടെത്താൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി വിജയസാധ്യത winnability, that is the sole criterion of Indian National Congress in the forthcoming election. അല്ലാതെ പാർശ്വവർത്തികളെ സഹായിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്ക് സീറ്റ് കൊടുക്കാനോ വേണ്ടിയിട്ടല്ല നാളത്തെ ഈ ദിവസങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനമെടുക്കുക. ഈ PM നിയാസിന്റെ തോൽവി, അതായത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ചരടുവലി നടന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. PM നിയാസിന്റെ തോൽവി അത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഞാനത് PM നിയാസ് തോറ്റത് ദൌർഭാഗ്യകരമായി പോയി. തീർച്ചയായിട്ടും ആ കാര്യത്തെക്കുറിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഗൌരവപൂർവ്വം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു. പാർട്ടി വോട്ട് കുറഞ്ഞു എന്ന തരത്തിലുള്ള ഒരു പാർട്ടി വോട്ട് മറിഞ്ഞു എന്നൊക്കെയാണ് വരുന്ന ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ. അത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ എന്തായാലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതേക്കുറിച്ചുള്ള അന്വേഷണം ഞങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ കാര്യം കൃത്യമായിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.